5-ാം സങ്കീർത്തനം 2-ാം വാക്യം. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവാകുന്നതിന് മുമ്പ് ദാവീദിൻ്റെ രാജാവ് ശൗലായിരുന്നു. പിന്നീട് ദാവീദ് രാജാവായപ്പോൾ തനിക്ക് മുകളിൽ മനുഷ്യരെന്ന നിലയിൽ ആരും രാജാവായിട്ടില്ലായിരുന്നു. എന്നാൽ എക്കാലത്തും ദാവീദിൻ്റെ രാജാക്കന്മാരുടെ രാജാവ് ദൈവമായിരുന്നു. എൻ്റെ രാജാവ് എന്ന ധൈര്യത്തോടെയും അഭിമാനത്തോടെയും എവിടെയും ദാവീദിന് ദൈവത്തെ ഉയർത്തിക്കാട്ടാൻ ഒരു മടിയുമില്ലായിരുന്നു. ഒരു രാജാവിൻ്റെ അടുക്കൽ നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ മുൻകൂട്ടി അനുമതി വാങ്ങിയ സമയത്തല്ലാതെ അപേക്ഷ കഴിക്കാൻ നേരിട്ട് കാണാനാവുകയില്ല. എന്നാൽ ഏത് സമയത്തും തനിക്ക് അടുത്തു ചെല്ലാനും അപേക്ഷിക്കാനും കഴിയുന്ന ഒരു രാജാവായിരുന്നു തൻ്റെ ദൈവം. ദൈവം സകല പ്രപഞ്ചത്തിൻ്റെയും രാജാവായിരിക്കുന്നതിനാൽ തന്നെ ലോകത്തിലെ ഏത് വ്യക്തിയുടെയും ഏത് വിഷയത്തിലും തീരുമാനമെടുക്കാനും നീതി നടപ്പിലാക്കാനും അധികാരവും ശക്തിയുമുള്ളവനുമാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പരിഹാരം ലഭിക്കേണ്ട വിഷയമാണെങ്കിൽ ഉറപ്പായും അത് നൽകപ്പെടും. ഒരു രാജാവെന്ന നിലയിൽ ദാവീദിന് ഒരുപാട് അധികാരമുണ്ടായിരുന്നിട്ടും തൻ്റെ പല പരിമിതികൾ കൊണ്ടും ഇടപെടാൻ കഴിയാതിരുന്നതും പരിഹരിക്കാൻ കഴിയാതിരുന്നതുമായ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്തതായ പല കാര്യങ്ങളും ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ആകയാൽ അധികാരത്തോടെ ഏത് വിഷയത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തോട് നമ്മുടെ സങ്കടയാചന കഴിക്കാം. ദൈവം നമ്മുടെ രാജാവാണെങ്കിൽ ആ ദൈവത്തോട് ഏത് സമയത്തും ഏത് വിഷയവും ബോധിപ്പിക്കാൻ കഴിയുമെന്ന് അറിയാമെങ്കിൽ, ദൈവം അതിന് നീതിയായ പരിഹാരം നൽകാൻ കഴിയുന്നവനാണെന്ന് അറിയാമെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പ്രാർത്ഥന കുറയരുത്. പ്രാർത്ഥനയുടെ പ്രാധാന്യം അത് ആരോടാണ് കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്തുകൂടെയാണ്. ആകയാൽ രാജാതിരാജാവായ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നത്, ആ രാജാവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് പദവി ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെ നമ്മുടെ ആത്മധൈര്യം നൽകുന്ന കാര്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും.